ഹായ്. കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന വീഡിയോസിൽ ഒന്നാണ് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് നിറതെറ്റിയ പല്ലുകൾ നേരെയാക്കുക എന്നുള്ളത്. ഇതിനവരെ നയിച്ചത് അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ലഭിച്ചത് ഒരു പക്ഷേ ട്രഡീഷണൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക്സ് അതിൻ്റെ റോൾ അവർ മനസ്സിലാക്കിയതാവാം. നിങ്ങൾ പല കമ്പി ഇട്ടിട്ടുള്ളവരായിരിക്കാം പലരും കാണുന്നവർ, ചിലവർ മറ്റുള്ളവരിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ അടുത്ത ആളുകൾ. അപ്പോൾ ഈ നമ്മൾ സിൽവർ കളറിലെ പല്ലിൽ കമ്പി ഇടുന്നതിനോടൊപ്പം തന്നെ ഇലാസ്റ്റിക്സ് ഘടിപ്പിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ റബ്ബർ ബാൻഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള റബ്ബർ ബാൻഡുകൾ നിങ്ങളുടെ പല്ലുകളിൽ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതിൻ്റെ സഹായം എടുത്തുകൊണ്ട് തന്നെയാണ് പല്ലുകൾ നിറയാക്കുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഇലാസ്റ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ റബ്ബർ ബാൻഡ് പോലത്തെ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെയാണ്. അത് മാത്രമല്ല അതിൻ്റെയും കൂടെ സഹായം, അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ടീത്ത് അലൈൻമെൻറ്റ് സാധ്യമാവുന്നത്. പക്ഷേ നമ്മളൊരു നോർമൽ ട്രഡീഷണൽ പല്ലിൽ കമ്പി ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ദ്രുതഗതിയിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്ന ഒന്നല്ല. നിങ്ങൾക്കറിയാം 1 വർഷം, ചിലർക്ക് 1.5 വർഷത്തോളം എടുത്തിട്ടാണ് ഒരു ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്. ഇതൊരു ട്രഡീഷണൽ വേ ആണ്, ഇതൊരു ഐഡിയൽ ട്രീറ്റ്മെൻ്റ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇനി വരുന്നത് റബ്ബർ ബാൻഡിലോട്ട് നമുക്ക് കിടക്കാം. ഇതിലെ പല്ലിൽ കമ്പി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുത്ത് പിടിപ്പിക്കുക, ഈ പാർട്ടുകളൊക്കെ ഒഴിവാക്കി അതിലെ റബ്ബർ ബാൻഡ് എന്നൊരു ഐഡിയ മാത്രം എടുത്ത് റബ്ബർ ബാൻഡ് പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ, കമ്പിയുമായിട്ടല്ല റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ നിറ തെറ്റിയത് നേരെയാക്കാൻ സാധിക്കും എന്ന് പലരും കണ്ടുപിടിക്കുകയുണ്ടായി. അപ്പം അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഓക്കെ, അത് ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി. 1 മാസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ 2 ഫ്രണ്ട് പല്ലിലെ ഗ്യാപ്പ് അടയുകയുണ്ടായി, അല്ലെങ്കിൽ എൻ്റെ നിറ തെറ്റി അത് വ്യത്യാസം വരികയുണ്ടായി. അപ്പം അത് വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിസൾട്ടുകളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്, നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുമോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ള നമുക്ക് നോക്കാം. വിശദീകരിച്ച് ആ വിഷയത്തിലോട്ട് കിടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ റബ്ബർ ബാൻഡുകളെ പറ്റി നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്ന പല കേസുകളും നമുക്ക് സോഷ്യൽ മീഡിയസിൽ കാണാൻ പറ്റും. അവർ ഇട്ടു 1 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടി എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഈ റിസൾട്ട് കിട്ടി കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചോ, അവരുടെ നിറതെറ്റിയ പല്ലുകൾ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയോ, അല്ലെങ്കിൽ പഴയ അവസ്ഥയിലോട്ട് പോയോ, വേറെ എന്തെങ്കിലും പല്ലുകൾക്ക് ആട്ടം സ്റ്റാർട്ട് ചെയ്തോ, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പിന്നീട് ഒരു ഫോളോ അപ്പ് നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കില്ല. ഈ ചെയ്തവരെ ഒന്നും പേഴ്സണലി നമുക്ക് കോൺടാക്ട് ചെയ്ത് അവരുടെ വിവരങ്ങൾ അറിയാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പല്ല് നേരെ തെറ്റുന്നത് എപ്പോഴും നേരെയാക്കുന്നത്, ഫോർവേഡ് നിൽക്കുന്ന ഒരു പല്ലിനെ നമ്മൾ ബാക്ക്വേർഡ് കൊണ്ടുവരുന്നത് പ്രഷർ കൊടുത്ത് തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, വളരെ സാവധാനത്തിൽ കൊടുക്കേണ്ട ഒന്നാണ്. നിങ്ങളുടെ പല്ലിരിക്കുന്നത് എല്ലുകൾക്കുള്ളിലെ സോക്കറ്റുകളിലാണ്. അതിനെ പിടിച്ച് ഒരുപാട് ലിഗമെൻറ്റുകൾ ഉണ്ടാവും. ഈ ലിഗമെൻറ്റുകളുടെ സപ്പോർട്ടോട് കൂടി ആ സോക്കറ്റിനുള്ളിൽ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ പല്ല്. നിങ്ങൾ അതിനെ ഒറ്റയടിക്ക് നേരെയാക്കാൻ വേണ്ടി ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അവിടെ ആ ഒരു എന്താ പറയുക, അനാവശ്യമായിട്ട് പെട്ടെന്ന് എത്തുന്ന ഒരു ഫോഴ്സ് ആ പല്ലിനെ ഡാമേജ് ആക്കാം, ആ പല്ലിൻ്റെ ലിഗമെൻറ്റുകൾ ടിയർ ചെയ്യിപ്പിക്കാം, ആ പല്ല് ആടുന്നതിന് കാരണമാകാം. ഒരു പക്ഷേ പെട്ടെന്ന് അത് പുറകോട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അതുപോലെ തന്നെ അത് ബാക്കിലോട്ട് റിട്ടേൺ അടിക്കും. അതായത് നമ്മളിപ്പോൾ ന്യൂട്ടൻ്റെ ലോ പഠിക്കുന്ന പോലെ ഏതൊരു ആക്ഷനൊരു റിയാക്ഷൻ ഉണ്ട് അല്ലേ? അത് തന്നെയാണ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലൊരു ഫോഴ്സ് അതിന് വീണ്ടും ആ ഒരു റിട്ടൻഷൻ, ആ ഒരു പഴയ അവസ്ഥയിലോട്ട് പോകാനുള്ള, ആ പഴയ പൊസിഷൻ റീഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പല്ലുകൾക്കും എല്ലുകൾക്കും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചത് പെട്ടെന്നൊരു പ്രഷർ കൊടുത്ത് ഈ പല്ലിനെ താഴ്ത്തുമ്പോൾ ഈ പല്ല് പിന്നീട് വീണ്ടും പഴയ പൊസിഷനിൽ വരും, അത് പോട്ടെ. പക്ഷേ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് കൊടുത്ത ആ ഒരു ഫോഴ്സ് നിങ്ങളുടെ എല്ലുകൾക്കും പല്ലിനും ലിഗമെൻറ്റുകൾക്കും കേടുവരുത്തും. അപ്പോൾ പല്ലുകൾ ആടുന്നതിന് കാരണമാകും. നമ്മൾ ചില ക്ലിനിക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ട് നല്ലൊരു ഓർത്തോഡോണ്ടിസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മറ്റ് ചില ക്ലിനിക്കുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ പല്ലിലെ നിര കറക്റ്റാക്കി തരും, ഇല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ പല്ലിലെ നിര കറക്റ്റാക്കി തരും എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട്. അവിടെ ചെയ്യുന്നത് നമ്മൾ ട്രഡീഷണൽ പ്രൈസസ് ഇട്ടാൽ തന്നെയും കുറച്ചേറെ ഫോഴ്സ്, നമ്മളിപ്പോൾ കൊടുക്കേണ്ടത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ അതിനേക്കാൾ ഏറെ ആ ഫോഴ്സിൻ്റെ എമൗണ്ട് കൂട്ടി ട്രീറ്റ്മെൻറ്റ് നടത്താറുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാലയളവിനേക്കാളും മുമ്പ് ആ റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം, ഈ കമ്പി ഊരി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ പല്ല് വീണ്ടും പഴയ പൊസിഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഓർത്തോ കേസ് ചെയ്തവർക്കറിയാം, പല്ലിൽ കമ്പി ഇട്ട ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഞങ്ങൾ പല്ലേൽ കമ്പി ഇട്ടു പൂർണ്ണമായിട്ടും പല്ല് ശരിയായി, പക്ഷേ പല്ലിൽ കമ്പി
ഊരിയതിന് ശേഷം വീണ്ടും പഴയ പോലെ ആയി എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതിന് പിന്നിലെ കാരണം അത് ഗ്രാജുവലായിട്ട് പയ്യെ പോകേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിനെ പെട്ടെന്ന് ചെയ്യുന്നു. അതായത് ആ ഫോഴ്സ് കൊടുത്തതിലുള്ള ഒരു പ്രശ്നം, അതായത് നമുക്ക് കൂടുതലായിട്ട് ഫോഴ്സ് കൊടുത്തു, കൃത്യമായിട്ട് അത് റിട്ടേൺ ചെയ്യുന്ന കാലയളവ് വരെ റീറ്റെയിനേഴ്സ് ഇട്ടില്ല. നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒറ്റക്കമ്പി ഇടാൻ പറയും, കൃത്യമായിട്ട് ഒറ്റക്കമ്പി ഇട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് വീണ്ടും ഈ ഒരു റിലാപ്സ് കാണപ്പെടുന്നത്. കേസുകളിൽ വീണ്ടും ഒരു റിലാപ്സ് കാണുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. ഇത് ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോലും ഇങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബേസ് ഇല്ലാതെ ചെയ്യുന്ന വെറും റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് വീട്ടിലിരുന്ന് നിരതെറ്റിയ പല്ലുകൾ കറക്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ഇതൊരു ഹാംഫുൾ എഫക്റ്റ് നിങ്ങളിൽ ഉണ്ടാക്കാം. ഇനി ഇതിൽ നമ്മൾ ഫ്രണ്ടിലത്തെ മിക്കവാറും പടം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പല്ലിലെ വിടവാണ്, ഫ്രണ്ട് പല്ലിലെ വിടവിൻ്റെയാണ്. അവിടെ ആ 2 ഉളിപ്പല്ലുകൾക്കിടയിൽ റബ്ബർ ബാൻഡ് കെട്ടി വെക്കുന്നു, ആ ഉളിപ്പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് നികരുന്നു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, പല്ലിലെ വിടവെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ടാണ് ഫ്രണ്ട് പല്ലിന് വിടവുണ്ടാകുന്നത്. അത് വെറും ഒരു ഗ്യാപ്പല്ല, ചില സമയത്ത് നമ്മുടെ ഫ്രീനം അറ്റാച്ച്മെൻറ്റ്, നമ്മൾ ഫ്രീനം എന്താണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ പറയുന്ന മെഡിക്കൽ ടേമുകളെല്ലാം ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമുക്കിവിടെ വരുന്നൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഫ്രീനം. ഈ ഫ്രീനം യൂഷ്വലി നമുക്ക് ഈ പല്ലുകളുടെ തൊട്ട് താഴെ ആയിട്ടാണ്, ജംഗ്ഷനിലായിട്ടാണ് ഇത് വരുന്നത്. പക്ഷെ ചില ആളുകളിൽ ജന്മന ഈ ഫ്രീനത്തിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഈ പല്ലുകൾക്ക് ഇടയിൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതായത് ഫ്രീനം പല്ലുകൾക്കിടയിൽ കയറി നിൽക്കുന്നു, ദശ എന്ന് നമുക്ക് പറയാം. ആ ദശയുടെ പ്രസൻസ് കൊണ്ട് ഈ 2 പല്ലുകൾക്ക് അടുത്തിരിക്കാൻ പറ്റുന്നില്ല, ആ പല്ലുകൾക്കിടയിൽ വിടവ് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾ എന്ത് റബ്ബർ ബാൻഡ് ഇട്ടാലും ഏത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ഇതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ഫ്രീനക്ടമിയാണ്. ആ ഫ്രീനം കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ആ ദശ മാറ്റിയിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലേ ആ പല്ലുകൾ അടയുകയുള്ളൂ. ഇനി മാത്രമല്ല, നിങ്ങളുടെ എല്ലുകൾക്കുണ്ടാകുന്ന പൊങ്ങൽ കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല്ല് പൊങ്ങിച്ചുള്ളതെങ്കിൽ നിങ്ങളുടെ എല്ലുകൾക്കാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. അവിടെ പല്ലിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ട് നേരെയാക്കുകയല്ല വേണ്ടത്. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പല റീസൺസ് ആണ്. പല്ലുകളുടെ കുഴപ്പം, എല്ലുകളുടെ കുഴപ്പം, അല്ലെങ്കിൽ ദശ പോലെയുള്ള സോഫ്റ്റ് ടിഷ്യൂസിൻ്റെ കുഴപ്പം, പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഓരോന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കേസിനും നമ്മൾ ഓരോരോ ട്രീറ്റ്മെൻറ്റുകൾ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതിയല്ലോ, പല്ലിൽ പൊങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിടവുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. സംഭവം സിമ്പിളാണ് അല്ലേ? സമയലാഭമുണ്ട്, ചെയ്യാനും എളുപ്പമുണ്ട്, പേഷ്യൻസിനും ചെയ്യാം, എല്ലാ മാസവും വരേണ്ട കാര്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്, പൊടിക്കൈകൾ വേറെയാണ്. അപ്പം നമുക്ക് പറയാം ഡോക്ടറിന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പൈസയുടെ വശം വേറെ, പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, അതിന് ചെയ്യേണ്ട സ്റ്റെപ്പുകളുണ്ട്. അതിനാണല്ലോ ഇപ്പോൾ ഓർത്തോഡോണ്ടിസ്റ്റ് ആണെങ്കിലും ഇത്രയും വർഷങ്ങൾ പഠിച്ച് അവരൊരു ഡിഗ്രി എടുത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് എടുത്ത് അവരിറങ്ങുന്നത്. ഒരു റബ്ബർ ബാൻഡ് ഇടാൻ അവർ ഇത്രയും വർഷം പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഇവിടെ വ്യത്യാസം. പൊടിക്കൈകൾ വേറെയാണ്, ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. പൊടിക്കൈകൾക്കെല്ലാം പിന്നീട് ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. റബ്ബർ ബാൻഡ് ഇടുക എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. നിങ്ങളുടെ പല്ലിന് വിടവുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പല്ല് നിരതെറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻ്റ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ കൃത്യമായിട്ടുള്ള എക്സ്റേകൾ എടുക്കേണ്ടത് വരും, ലാറ്ററൽ എക്സ്റേ എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഫുൾ മൗത്ത് എക്സ്റേ എടുക്കേണ്ടി വരും, OPG എന്ന് പറയും. ഇതൊക്കെ എടുത്ത് നമ്മളൊരു സെഫാലോമെട്രിക് അനാലിസിസും അതുപോലെ തന്നെ നിങ്ങളുടെ കറക്റ്റ് ബോൺ പാറ്റേണും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു പല്ലിൽ നിര ശരിയാക്കുന്നതിന് വേണ്ടി പല്ലിയെ കമ്പി ഇടുന്നതും മറ്റ് ഒറ്റക്കമ്പികളോ എന്ത് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യുന്നത്. അതിന് കൃത്യമായിട്ടൊരു ഓർത്തോഡോണ്ടിക് കൺസൾട്ടേഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് പൊടിക്കൈകൾക്ക് പിന്നാലെ പോകരുത്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാം പോസിറ്റീവ് ഇതുപോലത്തെ വീഡിയോ ഇടുന്നതിനോടൊപ്പം തന്നെ ഇത് കണ്ട് ഇത് ചെയ്തിട്ട് സൈഡ് എഫക്റ്റ് വന്ന ഒരുപാട് പേരുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. അവർക്ക് സംഭവിച്ചു പോയ പ്രശ്നങ്ങൾ, അവർക്ക് പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ കേസ് പോയത്, വലിയ പ്രശ്നങ്ങളോട്ട് പോയതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, പൊടിക്കൈകൾക്ക് പിന്നാലെ നിങ്ങൾ പോകാതിരിക്കുക. പല്ല് വെളുപ്പിക്കാൻ പോകുന്നത് പോലെ തന്നെ പല്ലിന് നമ്മൾ ശരിയാക്കാനോ അല്ലെങ്കിൽ നിരതെറ്റിയ പല്ലുകൾ കറക്റ്റാക്കാനോ ഒന്നും പൊടിക്കൈകൾ തേടാതിരിക്കുക. കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ തന്നെ ചെയ്യുക. സോ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം വരെ. ബൈ.